ലാഹിലാനിയ ഗ്രൂപ്പിലെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനവും സ്നേഹം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരികളെ, മദീന ആദ്യമായി വെള്ളക്കൊട്ടാരമായ കഥയുടെ തുടക്കമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. തുർക്കി ഭരിച്ച ഭരണാധികാരി അബ്ദുൽ ഹമീദ് രണ്ടാമൻ 1842 സെപ്റ്റംബർ 20 ജനനം. 1918 ഫെബ്രുവരി 10 മരണം. ഇതിനുശേഷവും മദീന പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷേ റൗള ഷരീഫ് നബിയുടെ ഖബർസ്ഥാൻ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രീതിയിലാണ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ പണി ചെയ്തത്. പരിശുദ്ധ മദീനയിൽ നിന്നും 12 കിലോമീറ്റർ അകലെ ഒരു കൊട്ടാരം നിർമ്മിച്ചു. ആ പിഞ്ചു മക്കളെ ആ കൊട്ടാരത്തിൽ വളർത്തി. മക്കൾ ഉണർന്നിരിക്കുമ്പോഴൊക്കെയും ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. 2 വർഷം കഴിഞ്ഞ് സംസാരം തുടങ്ങിയത് മുതൽ ആ കുരുന്നുകൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചത് ഖുർആൻ മാത്രമായിരുന്നു. അങ്ങനെ ആ മക്കൾ ഖുർആൻ ഷരീഫിലെ ആയത്തുകൾ മാത്രം ഓതി തുടങ്ങി. അൽഹംദുലില്ലാഹ്, 5 വയസ്സിനും 7 വയസ്സിനുമിടയിൽ ആ 500 കുട്ടികളും ഖുർആൻ മനഃപ്പാഠമാക്കി. 500 ഹാഫിദീങ്ങൾ. വീണ്ടും ഖുർആൻ പഠനത്തോടൊപ്പം ഭൗതിക പഠനവും പഠിപ്പിച്ചു. ദിനേന ഖുർആൻ പാരായണം കൂടാതെ വിദ്യാഭ്യാസവും കൊടുത്തുകൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഇതിൽ നിന്നും എഞ്ചിനീയർമാരാകാൻ കഴിവുള്ളവരെ കണ്ടെത്തി. കാർപ്പൻറ്റിങ് പണി ചെയ്യാനുള്ള കഴിവുള്ളവരെ കണ്ടെത്തി. പെയിൻറ്റിങ്ങിനും അങ്ങനെ ഒരു ബിൽഡിംഗ് എടുക്കാൻ എന്തൊക്കെ കഴിവുകൾ ആർക്കൊക്കെ ആവും എന്ന് കണ്ടെത്തി 25 വയസ്സ് വരെ അവരെ പഠിപ്പിച്ചു. അങ്ങനെ ഈ റൗള ഷരീഫ് 500 ഹാഫിദുകളെ കൊണ്ട് മാത്രം പണി കഴിപ്പിച്ചു. ഏറ്റവും താഴ്മയോടെ ചുറുചുറുക്കോടെ റൗള ഷരീഫിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കി. ഒരു കല്ല് പോലും പൊട്ടിക്കുമ്പോൾ 12 കിലോമീറ്റർ ദൂരം കൊണ്ടുപോയിട്ടാണ് അത് പൊട്ടിച്ചത്. കാരണം മുത്തുനബിക്ക് ശല്യമുണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. സൂറ ഹുജറാത്തിൽ 2-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവരേക്കാൾ ഏറെ ശബ്ദം ഉയർത്തരുത്. 500 ഹാഫിദീങ്ങൾ റൗള ഖബർ തൊടാതെയാണ്, അന്തരീക്ഷത്തിൽ കയറ് കെട്ടിയാണ് പണിതത്. ഓരോ നിമിഷവും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. ചോദ്യം നമ്പർ 1. ഇസ്രാവും മിഅ്റാജും ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രാം വയസ്സിലായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 2. മദീനയിലെ 2 പ്രമുഖ ഗോത്രങ്ങളുടെ പേരെന്ത്? ചോദ്യം നമ്പർ 3. സുറാഖത്ത് ബിൻ മാലിക് മുസ്ലിമായത് ഏത് യുദ്ധത്തിന് ശേഷമായിരുന്നു? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വീകരിക്കണേ അല്ലാഹ്. ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ദുആ വസിയത്ത് ചെയ്തവർക്കും ഈമാനും ഈമാനിക ചിന്തയും ഈമാനിക ചൈതന്യവും തരണേ അല്ലാഹ്. ദുനിയാവിൻ്റെ പൊരുത്തവും പരലോകത്തിൻ്റെ കാണുവാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.